ഹായ് ഗായ്സ്, നമ്മളപ്പോൾ ഹിഡിംബ ടെമ്പിളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിത് ജോഗിനി വാട്ടർഫാളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ മണാലിയിൽ തന്നെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണിത്. നമ്മുടെ ഹിഡിംബ ടെമ്പിളിൽ നിന്നും 6 കിലോമീറ്റർ ദൂരം മാത്രമാണ് ജോഗിനി വാട്ടർഫാളിലേക്ക് ഉള്ളത്. 2 കിലോമീറ്റർ മാത്രമേ നമുക്ക് നമ്മുടെ കാറിലൊക്കെ പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് മുൻപോട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ ഇടവഴി മാത്രമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി. നമ്മൾ മുൻപോട്ടെടുത്ത് അവിടുത്തെ ഒരു നാട്ടുകാരോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ ഒരു ഇടവഴിയൊക്കെ കാണിച്ചു തന്നു. നമുക്ക് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാമെന്ന് നമ്മളോട് പറഞ്ഞു. അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം ആ വണ്ടി അവിടെ ആ ഇടവഴിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടക്കുകയാണ് ഗൈസ്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ദൂരം ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ മലയുടെ മുകളിലാണ് നമ്മുടെ ജോഗിനി വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. ഗൈസ്, നമ്മളപ്പോൾ മുമ്പോട്ട് നടക്കുകയാണ്. ചെറിയ രീതിയിൽ തറയിലിട്ട റോഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്നവരൊക്കെ ജോഗിനി വാട്ടർഫാൾ കണ്ടിട്ട് വരുന്നവരാണെന്ന് തോന്നുന്നു. നമ്മൾ നടക്കുന്നതിന്റെ വലതു ഭാഗത്ത് ഒരു ചെറിയ അരുവി പോകുന്നുണ്ട്. മാത്രമല്ല ചെറിയ ചെറിയ ഷോപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അധികം തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. വളരെ കുറച്ച് ആൾ മാത്രമേ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഗൈസ്, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഈ പർവ്വതം ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നതാണ് എന്ത് രസമാണല്ലേ. ഈ മലകൾക്കിടയിലാണ് നമ്മുടെ ജോഗിനി വാട്ടർഫാൾസ് ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ട അരുവിയാണിത്. ഇവിടെ നോക്കുമ്പോൾ ആ അരുവി ആ പാറക്കെട്ടുകൾക്കിടയിലൂടെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ആ അരുവിയുടെ ഭംഗി കുറെ നേരം ഞങ്ങൾ അവിടെ നിന്ന് ആസ്വദിച്ചു. അതിനുശേഷം നമ്മുടെ വാട്ടർഫാൾ കാണാൻ വേണ്ടി നമ്മൾ മലമുകളിലേക്ക് കയറുകയാണ് ഗൈസ്. നമ്മൾ കരുതുന്ന പോലെ അല്ല കേട്ടോ, കുത്തനെയുള്ള കയറ്റമാണിത്. ഞാനിത് കയറുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇത് എന്ത് കഷ്ടപ്പാടാണ് മുകളിലോട്ട് കയറാനെന്ന്. ഇതിന്റെ അവസാനം വരെ ഇങ്ങനെയുള്ള വഴിയാണ് ഫുള്ളും. ഇങ്ങനെയുള്ള ട്രെക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരു കുപ്പി വെള്ളവും ഷൂ ഒക്കെ ധരിച്ച് വേണം കേട്ടോ ട്രെക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഓരോ സ്ഥലത്തൊക്കെ റെസ്റ്റ് ചെയ്ത് വേണം, അല്ലേ നമ്മള് പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാവും. ഇതൊരു കയറ്റത്തിന് തുടക്കം മാത്രമാണ് ഗൈസ്. ഇപ്പൊ തന്നെ ഞാൻ കുഴഞ്ഞു. ഇനിയും നല്ല ചെങ്കുത്തായ കയറ്റമാണ് മുൻപോട്ട് കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് നടന്നപ്പോൾ തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങൾ വിചാരിച്ചു അതാണ് ജോഗിനി വാട്ടർഫാൾ എന്ന്. അങ്ങനെ ഞങ്ങൾ അതിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഞങ്ങളങ്ങനെ ജോഗിനി വാട്ടർഫാൾ കണ്ടു നിന്ന സന്തോഷത്തിൽ മതിമറന്ന് നിന്നപ്പോഴാണ് അവിടെ നിന്നൊരു പുള്ളിക്കാരൻ പറഞ്ഞത് ഇതല്ല ജോഗിനി വാട്ടർഫാൾ എന്നും. ജോഗിനി വാട്ടർഫാൾ കാണുമെങ്കിൽ ഇനിയും 2 കിലോമീറ്റർ നിങ്ങൾ മുകളിലോട്ട് പോകണമെന്നും. അത് കേട്ടപ്പോൾ തന്നെ എന്റെ കിളി പോയി. കാരണം ഇത്രയും മുകളിലേക്ക് നടന്നപ്പോൾ തന്നെ ഞാൻ അത്യാവശ്യം ക്ഷീണിച്ചു ഗൈസ്. ഇനിയും 2 കിലോമീറ്റർ മുകളിലേക്ക് നടക്കുന്നത് എന്നെ കൊണ്ട് ആ സമയം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. എന്നാലും നമ്മൾ ഇവിടം വരെ വന്നിട്ട് ഇത്രയും ദൂരം എത്തിയിട്ട് നമ്മൾ ജോഗിനി കാണാതെ പോകുന്ന ഒരു തീരാ നഷ്ടമാകുമെന്നും ഈ നഷ്ടം നേടാൻ ഇനി കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരം ഒരു യാത്ര ചിലപ്പോൾ നമുക്ക് സംഭവിക്കണമെന്നില്ല എന്ന് കരുതിയത് കൊണ്ടാവണം നമ്മൾ രണ്ടും കൽപ്പിച്ച് മുൻപോട്ട് പോകാൻ തന്നെ പിന്നീട് ഞങ്ങൾ തീരുമാനിച്ചു. കുറെ നടന്ന് ക്ഷീണിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ മുകളിലോട്ട് കയറിയത്. അങ്ങനെ പതുക്കെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വേണം മുകളിലോട്ട് പോകാൻ. നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ മുകളിലേക്ക് കയറാൻ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല കേട്ടോ. നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇപ്പോൾ തന്നെ നല്ലപോലെ കൂടുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ഇവിടെ റെസ്റ്റ് ഒക്കെ എടുത്തപ്പോൾ ഒന്ന് താഴോട്ട് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ കറക്റ്റ് ഒരു കൊക്കയിലേക്ക് നോക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നോക്കുമ്പോൾ തന്നെ നല്ല പേടിയാകുന്നുണ്ട്. എന്നാലും ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷവും തോന്നുന്നുണ്ട്. നോക്കൂ ഗൈസ്, അത്ര മനോഹരമായ കാഴ്ചയാണല്ലേ നമ്മൾ കാണുന്നത്. നമ്മൾ ഇതാ വീണ്ടും മുകളിലോട്ട് കയറുകയാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോഴാണ് നമുക്ക് പ്രകൃതിയെ നമുക്ക് അടുത്തറിയാൻ കഴിയുന്നത്. ഈ കാണുന്ന കാഴ്ചയൊക്കെ അത്രയ്ക്ക് സുന്ദരമാണ്. നമ്മളങ്ങനെ ഈ ട്രെക്കിംഗ് കൂടുതലായിട്ട് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ മുകളിലോട്ട് കയറുന്നത് നമുക്ക് ശ്വാസമൊക്കെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അതായത് നമുക്ക് ഈ ആൾട്ടിറ്റ്യൂഡൊക്കെ കൂടുന്തോറും ഓക്സിജന്റെ ലെവലിന് ഡിഫറൻസ് വരും. അപ്പൊ നമുക്ക് എന്തോ ശ്വാസമൊക്കെ കിട്ടാതെ വരുന്നുണ്ട്. നമ്മൾ നല്ലതുപോലെ കിതയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ എത്തുന്നതിനുപരി ആ യാത്രക്കിടയിൽ കിട്ടുന്ന ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അത് മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയുള്ള ആ യാത്ര ചെയ്യുന്ന ആ മൊമെന്റ്സ് അതും വേറൊരു സുഖം തന്നെയാണ് ഗൈസ്.
നിങ്ങളും യാത്രയൊക്കെ ചെയ്തു തുടങ്ങണം കേട്ടോ. ചിലരൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും, ചിലർ കൂട്ടുകാരായി യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഓരോ യാത്രകൾക്കും അതിൻ്റെതായ ഭംഗിയും വ്യത്യസ്തമായ അനുഭവങ്ങളുമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ നമ്മൾ ജോഗിനി വാട്ടർഫാളിന്റെ ഏകദേശം അടുത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. ദേ ഈ കാണുന്നതാണ് നമ്മുടെ ജോഗിനി വാട്ടർഫാൾ. ഏകദേശം ഒരു 400 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ ഈ വെള്ളച്ചാട്ടം ദൂരെ നിന്ന് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ നേരെ വീണത്. കാരണം എന്താണെന്ന് അത്രയ്ക്ക് ഞങ്ങൾ അങ്ങ് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ പോവുകയാണ് ഗൈസ്. ഞങ്ങൾ അങ്ങനെ ജോഗിനി വാട്ടർഫാളിന്റെ അടുത്തെത്തി. അപ്പോഴാണ് ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ ഫുള്ള് മലയാളികളാണ് ഗൈസ്. ഈ വാട്ടർഫാളിന്റെ മുൻപോട്ട് നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും ഫുള്ള് മലയാളീസ് മാത്രമാണ്. ഞങ്ങൾ ഇനി കേരളത്തിൽ തന്നെയാണോ നിൽക്കുന്നതെന്ന് പോലും ഞങ്ങൾക്ക് ഒരു നിമിഷം തോന്നിപ്പോയി. അല്ലെങ്കിൽ തന്നെ യാത്ര ചെയ്യാനും അതിന്റെ ലഹരിയിൽ ചെന്ന് ഇറങ്ങി ചെല്ലുവാനും നമ്മുടെ മലയാളികളെ പോലെ മറ്റാർക്കും പറ്റുമെന്ന് തോന്നില്ല. അതുകൊണ്ടാണല്ലോ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളിയെങ്കിലും കാണുമെന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ എന്നാൽ ഒരു മലയാളിയല്ല കേട്ടോ, ഒരു 100 കണക്കിന് മലയാളീസ് ഉണ്ട്. ഞങ്ങളങ്ങനെ ഈ വാട്ടർഫാളിന്റെ അവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളൊരു 1/2-3/4 മണിക്കൂറൊക്കെ അവിടെ ചെലവഴിച്ചു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീണ്ടും താഴോട്ട് ഇറങ്ങിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ചെറുതായിട്ട് നമ്മുടെ ശ്രദ്ധയൊന്ന് തെറ്റിയാൽ പിന്നെ നമ്മൾ നേരെ താഴെ നോക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മണാലിയിലെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.